ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ ബെഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കാം. മൂൺ ഗോഡസിൻ്റെ റെഫറൻസ് പിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് ഞാൻ എടുത്തേക്കുന്നത്. എ ലൈൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ റഫായിട്ട് മെറ്റീരിയൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടൊരു പേപ്പറിനകത്തിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് വൈഡ് എടുക്കുന്ന 14 കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് 3.5. അതേപോലെ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 6 കേട്ടോ. അപ്പോൾ 6ൽ നിന്ന് ഞാൻ 1 ഇഞ്ച് അങ്ങോട്ട് കയറ്റി ഒരു വി പോലെ വരച്ചിട്ട് പിന്നെ മുകളിൽ 1 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ റൗണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് 1.5 ഇഞ്ചിലാണ് കേട്ടോ. പിന്നെ ആ മുകളിൽ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് താഴോട്ട് 14 ഇഞ്ചിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വി നെക്ക് കൊടുക്കുവാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്, നെക്ക് ഉൾപ്പെടെ. ഇതാ നെക്കിന് സെൻറ്ററിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റാമേ. അപ്പോൾ ഞാൻ ഫ്രെയിമിൽ തുണി ജോയിൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്ക് കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുവാണ് കേട്ടോ. നെക്ക് വളയുന്നിടത്തൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. കറക്റ്റ് പേപ്പർ നീങ്ങി പോകാതെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മാർക്കിങ് കഴിഞ്ഞിട്ട് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച നെക്ക് വളയുന്ന ഭാഗത്ത് 2 സൈഡിലും മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് ആ നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന. മുകളിലത്തെ ഭാഗത്ത് സ്പ്രെഡിങ്സ് ആയിട്ട്, പിന്നെ കുറച്ച് തിക്കായിട്ട്, പിന്നെ നല്ല തിക്കായിട്ട്, അങ്ങനെ 3 ലെയറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് വീതമാണ് കേട്ടോ ഓരോ ലെയറിനും കൊടുക്കുന്നത്. ഇതേപോലെ 3 ലെയർ. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ത്രെഡ്, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ബീഡ്സിനകത്തൂടാണ് കേട്ടോ ഞാൻ ത്രെഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രെഡിങ്സ് ആയിട്ട് ആദ്യം ചെയ്ത് കൊടുക്കുവാണേ. നമ്മുടെ മൂൺ ഗോഡസിലെ ഡിസൈനകത്തിൽ കാണുന്നത് കട്ട് ബീഡാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം കളർ കട്ട് ബീഡ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് ചെയ്യുന്നത്. ഒരു നിശ്ചിത ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് തോന്നും നമ്മുടെ ഈ ഹാൻഡ് വർക്ക്.
അപ്പോൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. സെക്കൻഡ് ലെയറിൽ ബീഡ്സ് കുറച്ചുകൂടെ അടുത്തടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈം എടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ സെക്കൻഡ് ലെയർ കഴിഞ്ഞു. തേർഡ് ലെയർ നന്നായിട്ട് ബീഡ്സ് അടുപ്പിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ ഫുൾ കവർ ആവുന്നതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടൊന്നും അല്ല ചെയ്തത്. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ചെയ്യുന്നത് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്പ്രെഡിങ്സ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോ ബീഡ്സിനും ലോക്കിട്ട് വരുന്നത് കൊണ്ടാണ് നല്ല ടൈം എടുക്കുന്നത്. അപ്പോൾ അതും കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കരുതി ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ടർ ലൈന് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കാമെന്ന്. പിന്നെ ഇത് കംപ്ലീറ്റ് ലുക്കായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്നുകൂടെ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കാണാം. ബയോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. വലിയ എക്സ്പേർട്ട് ആവണമെന്നില്ല ഹാൻഡ് വർക്കിൽ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹാൻഡ് വർക്കാണ്.
അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.